നമസ്കാരം. ലോകം ഏറ്റവും ഭയപ്പെടുന്ന പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ് അഗ്നിപർവ്വത സ്ഫോടനം. മനുഷ്യൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ടായിരിക്കും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എത്തുക. നമുക്ക് ഒന്നും തന്നെ അതിനെ തടയാനോ കഴിയാതെ മനുഷ്യനാകെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം എത്യോപ്യയിലെ ഹേലി ഗുബി അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം അനുഭവപ്പെട്ടത് ഇന്ത്യയിലാണ് എന്നുള്ളത് നമ്മെ ഏവരെയും അത്ഭുതപ്പെടുത്തിയിരുന്ന കാര്യമാണ്. ആയിരക്കണക്കിന് അടി ഉയരത്തേക്കാണ് ഈ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായി പൊടിയും അതുപോലെ പാറക്കഷ്ണങ്ങളൊക്കെ തന്നെ ഉയർന്നത്. ഇത് ഉയർത്തിയ പൊടി 100-120 കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റിൽ ഉത്തരേന്ത്യയിലോട്ട് പോലും എത്തി എന്നുള്ളത് നമ്മെ ഞെട്ടിപ്പിച്ച ഒരു കാര്യമാണ്. എത്യോപ്യ ഇന്ത്യയും തമ്മിൽ എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരമാണ് എങ്കിൽ പോലും ആ രാജ്യത്തുണ്ടായ ഒരു അഗ്നിപർവ്വത സ്ഫോടനം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യയെ ബാധിച്ചു. നമ്മുടെ വിമാന സർവീസുകൾ പലതും തടസ്സപ്പെട്ടു. കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട വിമാനം പോലും തിരിച്ചിറക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എല്ലാ കാലത്തും മനുഷ്യന് വലിയ തോതിലുള്ള ദുരന്തങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെയാണ്. നമ്മൾ ലോക ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ ഒരുപാട് രാജ്യങ്ങൾ, ജപ്പാനാണെങ്കിലും ഇന്തോനേഷ്യ ആണെങ്കിലും അത് ഇറ്റലി ആണെങ്കിലും ഒക്കെ തന്നെ ഇതിൻ്റെ തിക്തഫലം അനുഭവിച്ചവരാണ്. നമ്മൾ ഇംഗ്ലീഷിലെ അഗ്നിപർവ്വതങ്ങളെ വോൾക്കാനോ എന്നാണ് വിളിക്കുന്നത്. അഗ്നിപർവ്വതങ്ങൾക്ക് വോൾക്കാനോ എന്ന് പേരിട്ടത് ഗ്രീക്കിലെ അഗ്നിദേവനായ വോൾക്കൻ്റെ പേരുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. ഭൂമിക്കടിയിലെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം അവ വിട്ടുമാറുമ്പോഴാണ് അല്ലെങ്കിൽ കൂടിച്ചേരുമ്പോഴോ കൂട്ടിയിടിക്കുമ്പോഴോ ഒക്കെയാണ് ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകാറുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്, അല്ലെങ്കിൽ അഗ്നിപർവ്വതങ്ങളുടെ സ്ഫോടനത്തിൻ്റെ ഫലമായി എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം നമ്മൾ വിശകലനം ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ ഇന്ത്യയെ പോലെ രാജ്യങ്ങളിലൊന്നും തന്നെ അഗ്നിപർവ്വതങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ചിത്രങ്ങളിൽ അല്ലെങ്കിൽ ദൃശ്യങ്ങളിലൊക്കെ കണ്ടറിവ് മാത്രമേ ഉള്ളൂ അഗ്നിപർവ്വതങ്ങളെക്കുറിച്ച്. അതേസമയം ഇവ ഉള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് വല്ലാത്ത ഭീതിയും സുരക്ഷിതത്വമില്ലായ്മയാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഭൂമിക്കടിയിൽ ഏതാണ്ട് 7ഓളം ഭൗമ ഫലകങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ടെക്ടോണിക് പ്ലേറ്റ്സ് ഉള്ളത് 7ഓളമാണ്. അത് വലുതാണ്. അതുപോലെ ഒരുപാട് ചെറിയ ഇത്തരത്തിലുള്ള ഭൗമ ഫലകങ്ങളുമുണ്ട്. ഇവയിലുണ്ടാകുന്ന നേരിയ മാറ്റങ്ങൾ പോലും ഭൂമിയിൽ വലിയ തോതിലുള്ള പ്രത്യാഘാതമായിരിക്കും ഉണ്ടാക്കുക. സാധാരണ ലോകത്ത് ഏറ്റവും അധികം അഗ്നിപർവ്വതങ്ങളുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുമാണ്. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്നുള്ള ഈ അഗ്നിപർവ്വതങ്ങൾ അവിടെയൊക്കെ തന്നെ വലിയ തോതിലുള്ള ഭീഷണിയാണ് ഉയർത്തുന്നത്. നമുക്ക് ഈ എത്യോപ്യയിലെ അഗ്നിപർവ്വതത്തെക്കുറിച്ച് തന്നെ പറയുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് അത് നേരത്തെ പൊട്ടിത്തെറിച്ചത്. പിന്നീട് ഇപ്പോഴാണ് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായതെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ലോകത്തുള്ള പല അഗ്നിപർവ്വത സ്ഫോടനങ്ങളും നിശ്ചലമായിരിക്കുന്നത് പോലും ഒരുപക്ഷെ വീണ്ടും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എത്യോപ്യയിലെ ഈ അഗ്നിപർവ്വത സ്ഫോടനം സൂചിപ്പിക്കുന്നത്. ഭൂമിക്കടിയിലെ ഒരു 3000 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഭൂമി തിളച്ച് മറിയുകയാണ്. ഈ ഒരു ചൂടിൽ പാറയും മറ്റും വല്ലാതെ ഉരുകി പോകുന്നുണ്ട്. ഇവ വാതകങ്ങളുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ മാഗ്മ എന്നാണ് വിളിക്കുന്നത്. ഈ ഉരുകിയ പാറക്കഷ്ണങ്ങളും വാതകവും എല്ലാം കൂടെ ചേർന്ന ഈ ഒരു മിശ്രിതത്തെ നമ്മൾ മാഗ്മ എന്നാണ് വിളിക്കുന്നത്. ഈ മാഗ്മ തിളച്ച് മറിഞ്ഞ് ഇത് മുകളിലേക്ക് വരാനുള്ള ഒരു പ്രവണത എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും. അത് ഭൂമിയുടെ നേരത്തെ പറഞ്ഞ പോലെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനങ്ങളും അവയുടെ മാറ്റങ്ങളും ഒക്കെ അനുസരിച്ചായിരിക്കും പലപ്പോഴും ഇത് പുറത്തേക്ക് പെട്ടെന്ന് എത്തുക. അങ്ങനെയാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്. ഈ തിളച്ചു മറിയുന്ന മാഗ്മ ദ്രവരൂപത്തിലോ ബാഷ്പമായോ അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചോ ഭൂമിയിൽ നിന്ന് ഒരു വലിയ വിടവുണ്ടാക്കി അതിലേക്ക് പുറത്തേക്ക് വരുന്നൊരവസ്ഥയാണ് നമ്മൾ അഗ്നിപർവ്വത സ്ഫോടനം എന്ന് വിളിക്കുന്നത്. പലപ്പോഴും അഗ്നിപർവ്വതങ്ങൾ നമുക്കറിയാം, ഇത് കുന്നുകളുടെയോ അല്ലെങ്കിൽ വലിയ പർവ്വതങ്ങളുടെയൊക്കെ രൂപത്തിലായിരിക്കും ഇവ കാണപ്പെടുന്നത്. ഇതിന് ചുറ്റുമൊക്കെ താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത ഒരു ഭീതിയിലായിരിക്കും. കാരണം വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതങ്ങൾ പിന്നീട് ഒരിക്കലും പൊട്ടുകയില്ല എന്ന് നമുക്ക് ഒരു തരത്തിലും ശാസ്ത്രലോകത്തിന് ഉറപ്പ് പറയാനും കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 80 മുതൽ 100 കിലോമീറ്റർ ആഴത്തിലാണ് ഈ മാഗ്മ കാണപ്പെടുന്നത്. ഈ വാതകങ്ങളുമായി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതിന് ഭാരക്കുറവ് അനുഭവപ്പെടുകയും ഇത് പിന്നീട് അതിശക്തമായി പുറന്തള്ളപ്പെടുകയുമാണ് ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ച ടെക്ടോണിക് പ്ലേറ്റുകളുടെ ഒരു ചലനം കൂടെ അനുസരിച്ച് ഇവ പരിപൂർണ ശക്തിയിൽ മുകളിലേക്ക് വരാൻ ശ്രമിക്കുകയും അങ്ങനെ ഇത് പുറത്തേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ലാവ പുറത്തേക്ക് ഒഴുകി വലിയ തോതിലുള്ള ദുരന്തമൊക്കെ സൃഷ്ടിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഈ പുറത്തേക്ക് വരുന്നതിൽ വലിയ പാറക്കെട്ടുകൾ കാണും, അതുപോലെ ചാരം കാണും. അങ്ങനെ വിവിധ സാധനങ്ങൾ ഭൂമിക്കടിയിൽ തിളച്ചു മറിയുമ്പോഴുണ്ടാകുന്ന അവിടെ എന്തൊക്കെ വസ്തുക്കളുണ്ടായിരുന്നോ അവയെല്ലാം തന്നെ മുഴുവൻ ശക്തിയിലും ദ്രാവക രൂപത്തിൽ പുറത്തേക്ക് തിളയ്ക്കുന്നതാണ് ഈ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിൽ സംഭവിക്കാറുള്ളത്. ഇത് തന്നെയാണ് വലിയ തോതിലുള്ള ദുരന്തങ്ങൾക്കും വഴിവെക്കുന്നത്. അഗ്നിപർവ്വതങ്ങളുടെ അതിൻ്റെ ആ ഒരു അഗ്നിപർവ്വത മുഖമെന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ ഒരു ഭാഗം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് വല്ലാതെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതായി
കാണാൻ കഴിയും. സജീവമായ അഗ്നിപർവ്വതങ്ങൾ, ചിലത് നിർജ്ജീവമായിരിക്കുന്നത് തന്നെയാണ്. സജീവമായ അഗ്നിപർവ്വതങ്ങളുടെയൊക്കെ തന്നെ മുകളിൽ നിന്ന് ഈ ഇത്തരത്തിലുള്ള അഗ്നി കാണുകയും അതിലൂടെ പുകയും പാറകഷ്ണങ്ങളൊക്കെ പുറത്തേക്ക് വീഴുകയും ചെയ്യുന്നത് സ്ഥിരം പതിവാണ്. സാധാരണഗതിയിൽ അഗ്നിപർവ്വതങ്ങളെ മൂന്നായി തിരിക്കാമെന്നാണ് പറയപ്പെടുന്നത്. ഒന്ന്, ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ ഇനത്തിൽപ്പെട്ടതാണ്. ഇത് ലാവ പല വിള്ളലുകളിലൂടെ പുറത്തു വന്ന് ഭൂമിയിലെത്തി അവ ഒരുമിച്ച് കൂടി രൂപം കൊള്ളുന്നതാണ് ഈ ഷീൽഡ് അഗ്നിപർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നവ. ഇത് വലിയൊരു പ്രദേശത്ത് വ്യാപിച്ച് കിടക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്. മറ്റൊന്ന് സിൽഡർ കോൺസ് ആണ്. ഇതിൽ പാറകൾ, വലിയ പാറകഷ്ണങ്ങൾ ഈ വിടവിലൂടെ തെറിച്ച് പുറത്തേക്ക് വന്ന് ആ വിടവിന് ചുറ്റും രൂപം കൂടി അങ്ങനെ അവിടെ ഉണ്ടാകുന്ന അഗ്നിപർവ്വതങ്ങളാണ് ഈ വിൽഡർ കോൺസ് എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വതങ്ങൾ. ഇനിയുള്ളതാണ് കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ. അത് സാധാരണ ഇതിൽ നമ്മൾ കൂടുതലും കാണപ്പെടുന്നത് ഇത്തരത്തിലുള്ളതാണ്. ഇതിലൂടെ നിരന്തരമായ പാറകഷ്ണങ്ങളും ചാമ്പലും ഒക്കെ തന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഇവ ആ ഒരു പ്രദേശത്ത് ചുറ്റും കൂടി ഒരു ഏതാണ്ട് പിരമിഡിൻ്റെ രൂപത്തിലായിരിക്കും ഈ ഒരു അഗ്നിപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ള അഗ്നിപർവ്വതങ്ങൾ ഏതാണ്ട് ഈ തരത്തിലുള്ളതാണ് എന്ന് വേണം കരുതാൻ. ഇതാണ് കോമ്പോസിറ്റ് അഗ്നിപർവ്വതങ്ങൾ. ഈ മൂന്നാമത്തെ ഇനം എപ്പോഴും നമ്മൾ വളരെ കരുതലോടെ ഇരിക്കേണ്ടതാണ്. കാരണം ഇതിൽ നിന്ന് പുറത്തേക്ക് നിരന്തരം ലാവപ്രവാഹവും മാഗ്മ തിറക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് വലിയ അപകടകരമായ രീതിയിലും പുറത്തേക്ക് ഇവയെല്ലാം പുറന്തള്ളാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വലിയ തോതിലുള്ള ദുരന്തം വരുത്തി വയ്ക്കുകയും ചെയ്യും. ഇതിൽ വളരെ വിചിത്രമായൊരു കാര്യം, ഇപ്പോൾ ലോകത്ത് പലയിടത്തും വോൾക്കാനോ ടൂറിസം എന്ന് പറഞ്ഞൊരു പദ്ധതി പോലും നടപ്പിലാക്കുന്നുണ്ട്. അതായത് ഇത്തരത്തിലുള്ള അഗ്നിപർവ്വതങ്ങൾ നേരിട്ട് കാണാൻ സഞ്ചാരികളെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ ഇത് അങ്ങേയറ്റം സാഹസികവും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതുമാണ് എന്നാണ് കരുതപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ പോലും ഉരുൾപൊട്ടലും മറ്റും ഉണ്ടാകുമ്പോൾ അത് കാണാൻ പോകുന്ന ആളുകളെ പോലെ പല വിദേശ രാജ്യങ്ങളിലും സഞ്ചാരികൾ ഇത്തരത്തിലുള്ള ഈ വോൾക്കാനോ ടൂറിസത്തിൻ്റെ ഭാഗമായി അഗ്നിപർവ്വതങ്ങൾ കാണാൻ പോകും. അഗ്നിപർവ്വതങ്ങൾ ഏത് നിമിഷമാണെങ്കിലും പൊട്ടാവുന്നുള്ള അവസ്ഥയിലുള്ള ഒരു സ്ഥിതിയിലാണെങ്കിൽ ഇവർ കൂടുതൽ പേർ അവിടെ എത്തി ഇത് കാണാൻ ശ്രമിക്കും, ഇതിൻ്റെ ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിക്കും. നമ്മളിന്ന് പലരും സെൽഫി എടുക്കാൻ ശ്രമിക്കുന്ന പോലെ, വെള്ളച്ചാട്ടത്തിൽ മറ്റൊന്ന് സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ ഈ വോൾക്കാനോയുടെ അല്ലെങ്കിൽ അഗ്നിപർവ്വതത്തിൻ്റെ സമീപപ്രദേശങ്ങളിൽ പോയി നിന്നുകൊണ്ട് അതിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഈ അഗ്നിയും അതുപോലെ പാറകഷ്ണങ്ങളും ലാവയും ഒക്കെ വരുന്നത് ചിത്രീകരിക്കാൻ പലരും എത്താറുണ്ട്. 2019 ന്യൂസിലൻഡിൽ വലിയൊരു ദുരന്തമുണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെ ഇത്തരത്തിൽ സജീവമായ ഒരു അഗ്നിപർവ്വതത്തിൽ നിന്ന് ലാവയും മറ്റും പുറത്തു വരുന്നത് കാണാനും ചിത്രീകരിക്കാനും ഒക്കെ വേണ്ടി ഒരു സംഘം ടൂറിസ്റ്റുകൾ അവിടെ എത്തിയിരുന്നു. പക്ഷേ അവരിൽ വലിയൊരു ശതമാനം ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അമിതമായ വേഗത്തിൽ ഈ മാഗ്മയും മറ്റും പുറത്തേക്ക് എത്തുകയും ഇവരെല്ലാവരും അതിൽപ്പെട്ട് മരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും ആളുകൾ അഗ്നിപർവ്വതങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ചിത്രങ്ങൾ എടുക്കാനും മറ്റും ശ്രമിക്കുന്നത് ഒരു പതിവ് തന്നെയാണ്. പക്ഷേ ഈ ഒരു വോൾക്കാനോ ടൂറിസം എന്ന് പറയുന്നത് അപകടകരമായ ഒരു അവസ്ഥയാണെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളും നിരീക്ഷകരും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്തോനേഷ്യ, ഇറ്റലി, ഫിലിപ്പൈൻസ്, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ലോകത്തെ ഏറ്റവും അധികം ഇത്തരത്തിലുള്ള അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നത്. എത്യോപ്യ പോലുള്ള രാജ്യങ്ങളിലും അഗ്നിപർവ്വതങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു അഗ്നിപർവ്വതമാണ് കഴിഞ്ഞ ദിവസം സ്ഫോടനം നടത്തി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നത്. ഏതായാലും ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് ഇന്ത്യയിലേക്ക് കടന്നു കയറിയ ഈ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായുള്ള പൊടിയും മറ്റ് വസ്തുക്കളും ഒക്കെ തന്നെ ഇന്ന് രാത്രിയോടുകൂടി ചൈനയുടെ ഭാഗത്തേക്ക് നീങ്ങുമെന്നാണ് പറയപ്പെടുന്നത്. അതല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അത് ഇന്ത്യയിലെ വ്യോമഗതാഗതത്തിന് തന്നെ ഇത് വലിയ തോതിലുള്ള തടസ്സങ്ങളൊക്കെ തന്നെ സൃഷ്ടിച്ചിരുന്നു. ഏതായാലും ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറമുള്ള ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചാൽ പോലും നമ്മളെ അതെങ്ങനെ ഗുരുതരമായി ബാധിക്കുന്നു എന്നാണ് ഈ ഒരു അഗ്നിപർവ്വത സ്ഫോടനം, എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനം നമ്മെ പഠിപ്പിക്കുന്നത്. അഗ്നിപർവ്വതങ്ങളെ ലഘുവായി കാണാൻ നമുക്ക് കഴിയുകയില്ല. അവ ഭൂമിയിൽ ഏത് നിമിഷം വേണമെങ്കിലും എന്തും സംഭവിക്കാം. കാരണം ഇതിന് മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല, മനുഷ്യർ തടയാനും കഴിയുകയില്ല. ഇതിൻ്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ നമുക്കൊരിക്കലും തടയാൻ കഴിയില്ല. ഭൂമിക്കടിയിലുള്ള ഈ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനങ്ങൾക്ക് മാത്രമായിരിക്കും ഇതിലെന്തെങ്കിലും ചെയ്യാൻ കഴിയുക. അതിനെ നിയന്ത്രിക്കാനാകട്ടെ ഇനിയും അല്ലെങ്കിൽ ഒരു കാലത്തും മനുഷ്യന് കഴിയുകയുമില്ല.